തൃശൂരിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾ ചുറ്റിക കൊണ്ട് യുവാവിനെ തലക്കടിച്ചു വീഴ്ത്തി. ജിമ്മിൽ നിന്ന് വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പുഴവെള്ളം സ്വദേശി ബിനീസ് ഡേവിഡിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. വീണ് കിടന്നിരുന്ന ബിനീസിനെ 2 തവണ കൂടി ഇയാൾ തലക്കടിച്ചു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി. ശ്യാമപ്രസാദ്, ഈ റിപ്പർ മോഡൽ ആക്രമണം എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആരാണ് എന്ന എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ പോലീസിന്? പക്ഷേ തീർച്ചയായിട്ടും റിപ്പർ മോഡൽ ആക്രമണം തന്നെയാണ്. അത് കൊടും പകയോടുകൂടിയുള്ള ഒരു ആക്രമണം എന്ന് വേണം കരുതാൻ. കാരണം ഈ ബിനസ് ഡേവിസ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി, വീട്ടിൽ നിന്നും ജിമ്മിൽ പോയി വർക്കൗട്ട് കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന സമയമാണ്. അതായത് കാത്തിരുന്ന് ചെയ്ത ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സൈക്കിളിനാണ് വന്നിട്ടുള്ളത്. ഈ അക്രമി സൈക്കിൾ തൊട്ടപ്പുറത്ത് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ബിനസ് ഡേവിസ് ജിമ്മിൽ നിന്ന് ഇറങ്ങി തൻ്റെ സ്കൂട്ടറിലേക്ക് കയറാനായിട്ട് പോകുന്ന സമയത്താണ് പുറകിൽ നിന്ന് ചുറ്റിക കൊണ്ട് തലക്ക് അടിക്കുന്നു. ആദ്യ അടിയിൽ തന്നെ വീഴുന്നുണ്ട്. അത്ര വലിയ രീതിയിലുള്ള ഒരു അടി തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അവിടെ മഴയും മറ്റുമൊക്കെ ഉള്ളതിനാൽ തന്നെ മറ്റ് ആളുകളൊന്നും തന്നെ ആ സ്ഥലത്തില്ല. പക്ഷേ ആ ചോര അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഇയാൾ അടി കഴിഞ്ഞ് കുറച്ച് ദൂരം മുന്നോട്ട് പോയി അവിടെ നിന്നും അവിടെ ഒരു കാട് പോലെ ഒരു ഭാഗമുണ്ട്, അവിടെ എന്തോ ഇടുന്നുണ്ട്. അതിനുശേഷം തിരികെ വന്നിട്ടാണ് വീണ്ടും 2 തവണ ആ തലയ്ക്ക് ആഞ്ഞ് അടിക്കുന്നുണ്ട്. അതിനുശേഷം വളരെ കൂളായിട്ട് നടന്ന് തൊട്ടപ്പുറത്ത് സൈക്കിൾ എടുത്ത് ആ സൈക്കിൾ പോകുന്നുണ്ട്. ഇയാൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അക്രമിയുടെ മുഖം വ്യക്തമായിട്ടില്ല. നിലവിൽ ഇത് സംബന്ധിച്ച് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിനസിനെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും മറ്റുമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തൃശ്ശൂരിലെ എലൈറ്റ് ആശുപത്രിയിലാണ് നിലവിൽ ബിനസ് ചികിത്സയിലുള്ളത്. ഗുരുതര പരിക്ക് തന്നെയാണ് ബിനസിനെ ഏറ്റുള്ളത്. എന്തായാലും അക്രമി ആരെന്നവരായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുതുക്കാട് പോലീസ് അന്വേഷണം തുടരുകയാണ്. നാടിനെ നടുക്കുന്ന ഒരു സംഭവമാണ്. ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങിയ ഒരാളെ മുഖം മൂടി വെച്ച ഒരാൾ പുറകിൽ നിന്ന് ചുറ്റിയേക്ക് അടിച്ചിട്ട് പോവുക, വളരെ കൂളായി നടന്നു പോവുക, തിരികെ വന്ന് വീണ്ടും വീണ് കിടക്കുന്ന ആളെ വീണ്ടും അടിക്കുക, സൈക്കിൾ എടുത്തിട്ട് വീണ്ടും പോവുക. ഇത് തീർച്ചയായിട്ടും നടുക്കുന്ന ദൃശ്യങ്ങൾ എന്നീ ദൃശ്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും.